cuties. This is Aminu Maria James. Welcome to my YouTube channel. ഇന്ന് നമ്മൾ അജിയോയുടെ ഒരു അടിപൊളി ഹോൾ ആയിട്ടാണ് വന്നത്. അജിയോയിലെ ഈ കുറച്ച് ദിവസമായിട്ട് ക്രിസ്മസ് ആയിട്ടാണ് തോന്നുന്നു ബിഗ് ബോൾ സെയിൽ നടക്കുമായിരുന്നു. സോ നല്ല അടിപൊളി ഓഫറിന് ഞാൻ കുറേ ഡ്രസ്സസ് മേടിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് സീ ദാറ്റ്. അജിയോയിലെ ഡ്രസ്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ അവർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. സോ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള 4 ഡ്രസ്സസ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഫ്ലോറൽ ഡിസൈനുള്ള ഒരു ഡ്രസ്സാണ്. ആക്ച്വലി ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അടിപൊളിയാട്ടോ. ഇതൊരു കോട്ടൺ, പ്യോർ കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാൻ. സമ്മർ സീസണിലൊക്കെ ചൂടെടുക്കുമെന്നുള്ള ഒരു ടെൻഷനേ വേണ്ട. നല്ല ഡ്രസ്സാണ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഫിഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആട്ടോ. ആക്ച്വലി ട്രെൻഡ്സിൻ്റെ തന്നെ ഒരു ബ്രാൻഡാണ്. നമുക്ക് ട്രെൻഡ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഡ്രസ്സ് തന്നെ ഞാൻ അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ളൂ. നെക്ക് വന്നിട്ട് വീനക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ വീനക്ക് കുറച്ച് എല്ലാവരും തന്നെ ഡ്രസ്സസിലൊക്കെ വീനക്ക് ഇപ്പോൾ കുറേ അങ്ങ് ട്രെൻഡിങ് ആയിക്കോണല്ലോ. സോ ഇത് വീനക്ക് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം ആണ്. എനിക്കിത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ട്രൂ ടു സൈസാണ്. എൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഒരു ഹാഫ് സ്ലീവ് ആണ് കേട്ടോ. ചെറിയൊരു സ്ലീവ്സ് ഉള്ളൂ. പിന്നെ ഇത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് വേസ്റ്റ് ബാൻഡ്സ് ഉണ്ട്. നമ്മുടെ ടമ്മിയുടെ ഏരിയയിലായിട്ട് ചെറുതായിട്ടൊരു എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഏരിയയിൽ എന്നാൽ അങ്ങനെ ഇല്ലതാണ്. പിന്നെ ഫ്രണ്ടിലും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യോക്ക് പോർഷനിൽ ചെറുതായിട്ട് ഒരു ഫ്രിൽസ് പോലെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ചെറിയൊരു ഫ്രിൽസ്, ഭയങ്കര എവിഡൻ്റ് അല്ല, ചെറിയൊരു ഫ്രിൽസ് ഉണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി ഡ്രസ്സാണ്. പിന്നെ ഇതിന് ചെറുതായിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഏരിയയിൽ. സോ ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിനാണെങ്കിലും ഫീഡിങ് ഫ്രണ്ട്ലി ആയിരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നമുക്ക് ചെറിയൊരു ബട്ടണൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നല്ലൊരു അടിപൊളി ഡ്രസ്സാണ്. ഓഫ് വൈറ്റിൽ ഒരു എന്താ പറയുക, ഒരു ക്യാഷ്വൽ വെയറിനൊക്കെ നല്ലൊരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്തേക്കുന്ന റേറ്റ് ആണ് കേട്ടോ. അത് ഞാൻ 290 റുപ്പീസിനാണ് ഞാനിത് അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഓഫറിനാണ് എനിക്കിത് 290 റുപ്പീസിന് ഇത് കിട്ടിയത്. സോ എല്ലാവരും ഒന്ന് ട്രൈ നോക്ക്. ഡ്രസ്സ് വന്നിട്ട് ഒരു ആനിമൽ പ്രിന്റ് ഡിസൈനുള്ള ഒരു ഡ്രസ്സാണ്. ഈ ആനിമൽ പ്രിന്റ് ഡിസൈനൊക്കെ എന്ന് പറയുന്നത് ഒരു സട്ടിൽ ലുക്ക് തരുന്ന ആ ഡിസൈൻസ് ആണ് ഈ ആനിമൽ പ്രിന്റ്, അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ. സോ ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് ഒരു ഓറഞ്ച് ടിൻ്റൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതും വീനക്ക് ഡിസൈൻ തന്നെയാണ്. എനിക്ക് വീനക്ക് ഡിസൈൻസിനോട് എന്തോ പ്രത്യേക ഇഷ്ടമുണ്ട് തോന്നുന്നു. ഞാൻ എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡ്രസ്സസ് വീനക്കിലായി പോകാറുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്തോ. പിന്നെ ഇതും ഇതുപോലെ തന്നെ നമുക്ക് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പം സൈസൊക്കെ കറക്റ്റ് അല്ല, കുറച്ച് ലൂസൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു ഫുൾ ലെങ്ത് എന്ന് പറയാനില്ല, 10 ലെങ്ത്തിൽ ഈ ഡ്രസ്സ് നമുക്ക് കിട്ടും. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. കൈ ആണെങ്കിലും ചെറുതായിട്ടൊരു പഫ്സൊക്കെ വെച്ചിട്ട് ഇവിടെ കണ്ടോ എലാസ്റ്റിക്സ് വന്ന് ഒരു 3/4 ആണ് ഇതിൻ്റെ ഹാഫ് സ്ലീവ്സിൻ്റെ ലെങ്ത് വന്നിട്ട്. നല്ലൊരു ഡ്രസ്സാണ്. ഇതും ഇതുപോലെ തന്നെ ബട്ടൺസ് അറ്റാച്ച്ഡ് ആണ്. സോ ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിന് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒരു ഡ്രസ്സാണിത്. നമുക്ക് ഫീഡിങ് മദേഴ്സിന് ഡ്രസ്സ് കിട്ടാനാണ് ഏറ്റവും പാട്. നമുക്കത് സിപ്പ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് ഭയങ്കര റേറ്റ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഡ്രസ്സസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. അതുമല്ല നോർമലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജോർജറ്റാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് സ്മോൾ ആണ് കേട്ടോ. സ്മോൾ സൈസാണ്. ഒരു ബ്രൗൺ കളർ ഡ്രസ്സാണ്. ഇത് എനിക്ക് ഓഫറിന് 390 റുപ്പീസിനാണ് കിട്ടിയത്. 390 റുപ്പീസിന് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര വോത്തിട്ടാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. സോ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതും ഒരു വൈറ്റ് കളർ ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ വൈറ്റിൽ നല്ല അടിപൊളി ബ്ലൂ കളർ ഡിസൈനുള്ള, ബ്ലൂ ഫ്ലോറൽസിൻ്റെ ഡിസൈനുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇതും സൂപ്പറാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ആക്ച്വലി ഇത് നമുക്ക് സിപ്പൊക്കെ അറ്റാച്ച്ഡ് ആട്ടോ. ഇത് ബാക്ക് സൈഡാണ്, ബാക്കിലാണ് സിപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സ്. നല്ലൊരു ലൈൻ ഡ്രസ്സാണ്. ഇങ്ങനെ യോക്ക് പോർഷനൊക്കെ ആണെങ്കിലും വീനക്ക് തന്നെയാണ്, ഡിസൈൻ വീനക്ക് തന്നെയാണ്. പക്ഷെ നോക്കിക്കേ ഒരു പ്രത്യേക ഭംഗി. ഇതുപോലെ തന്നെ നോക്കിക്കേ സ്ലീവ്സ് നോക്കിക്കേ, ബലൂൺ സ്ലീവ്സ് പോലെ സൂപ്പറാണ്. പക്ഷെ ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡീപ്പാണ്. അതായത് ഇതിൻ്റെ ബാക്ക് വന്നിട്ട് ഭയങ്കര ഡീപ്പാണ്. ഒത്തിരി ഇറങ്ങി കിടക്കുന്നത്. ഞാനിത് എടുത്തേക്കുന്ന സൈസ് ആണ് എടുത്തേക്കുന്നത്. മേ ബി ചിലപ്പോൾ ഒരു സൈസ് താത്തി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം റെഡി ആവേണ്ടതായിരുന്നു. പക്ഷെ ഇത് ബാക്ക് ഭയങ്കര ഇറങ്ങി എടുക്കുന്നത്. സോ നമ്മളൊരു ഇന്നറൊക്കെ ഇട്ടിട്ട് ഒരു ഷിമ്മി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ബനിയൻ ഇട്ടിട്ട് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല മെറ്റീരിയൽ, നല്ല പ്യുവർ കോട്ടൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, കാണാനും നല്ല ഭംഗി. അതുപോലെ തന്നെ ഡിസൈൻ ആണെങ്കിലും സൂപ്പർ. നല്ല അടിപൊളി ഒരു ലൈൻ ഡ്രസ്സ് പോലെ എന്നൊരു ഫ്ലെയർ ഉണ്ട് താനും. നല്ല ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഇച്ചിരി ഡീപ്പ് വി അല്ലായിരുന്നെങ്കിൽ എനിക്ക്
സൂപ്പർ ആയിരുന്നേനെ. നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ അത്. ആ ബ്ലൂ കളറും വൈറ്റിൽ ആ ബ്ലൂ ഒക്കെ വരുമ്പോൾ ഒരു സട്ടിൽ ആൻഡ് എലഗൻ ലുക്ക് തരുന്നുണ്ട്. ഇതും ഞാൻ പർച്ചേസ് ചെയ്തത് 390 റുപ്പീസിനാണ്. അജിയോയുടെ ബിഗ് ബോൾ സെയിലാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. എല്ലാവരും മേടിക്കുകയാണെങ്കിൽ ഒരു സൈസ് താത്തി മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് മീഡിയം തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി ബെറ്റർ. നമ്മളൊരു സ്മോൾ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വന്നിട്ട് ഇതും ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ തന്നെ ഡ്രസ്സ് തന്നെ കേട്ടോ. ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത് റിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഒരു രക്ഷയില്ല. അത് നല്ല സോഫ്റ്റ് ആൻഡ് സട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ല. ഇതും വീനക്ക് ഡിസൈൻ തന്നെയാണ്. ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നമുക്കിതിങ്ങനെ ബട്ടൺസ് അറ്റാച്ച്ഡ് ആണ്. നമുക്കത് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യാം. നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഹാഫ് സ്ലീവ്സ് ആണ്. നമുക്കിവിടെ കയ്യിൽ ഇവിടെ ചെറുതായിട്ട് എലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത വിഷയം തന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നുന്നത് ലെങ്ത് കുറച്ച് കുറവ് ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഇതിന് വേസ്റ്റിൻ്റെ അവിടെയായിട്ട് എലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അടിപൊളിയാണ്. സൂപ്പർ ഡ്രസ്സാണ്. ഇതും ഇതുപോലെ തന്നെ ഒരു പിങ്ക് കളറിൽ ആണ് ഇത് കൊടുത്തേക്കുന്നത്. സൂപ്പർ ഡ്രസ്സാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ. ക്യൂട്ടീസ്. അപ്പോൾ ഈ 4 ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ്, അതായത് ഡ്രസ്സ് അല്ലെങ്കിൽ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി ന്യൂ ഇയർ.